ഞാൻ വീഡിയോ എടുത്ത് എങ്ങോട്ടോ പോയെന്നറിയില്ല, എങ്ങോട്ടോ പോയി. പിന്നീടല്ല ലവ് ലെറ്റേഴ്സ് ആരും തന്നിട്ടില്ല, ആകെ കൂടുതൽ മാത്രമേ തന്നിട്ടുള്ളൂ. അയക്കറാ. പിന്നെ ഇന്നിപ്പോൾ എത്രയാണ് ഡേറ്റ്? അത്രയല്ലേ ആയുള്ളൂ, അത്ര ആയില്ലേ? 17 18 ആയില്ലേ? അയക്കറാ വേഗം. അതിൽ നിന്ന് നല്ലത് ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അടിപൊളി ഏതാണെന്ന്. ഹുഡിൻ്റെ തന്നു, ഹുഡിൻ്റെ ഞാൻ വായിച്ചു. പിന്നെ അബ്ബാസ് എന്താണ് പണക്കം? എന്നെ ഡിവോഴ്സ് ചെയ്താ നീ? എനിക്ക് മുനീറിനെയാണ് ബലമായ സംശയം. അവനോട് ഞാൻ പറഞ്ഞു അബ്ബാസ് തട്ടമിടണ്ടെന്ന് പറഞ്ഞെന്ന്. ഇവനേതോ ഉസ്താദിനോട് പറഞ്ഞ് തെറ്റിച്ചു എന്നാണ് എനിക്ക് ബലമായ സംശയടാ. മുജീബ നീന്ന് വാടാ. പിന്നെ വേറെ ഷിഹാബോ, നീയും വാടാ, നിനക്കും വെച്ചിട്ടുണ്ടടാ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? കാണിച്ചു തരാം. ഈ കുപ്പായം നിങ്ങൾ ഏതെങ്കിലും പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ലൂസാണ്, 10 വർഗമാണെങ്കിൽ ഇറങ്ങിയ. മനസ്സിലായോ? ഇതെങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ആക്കിയത് നിങ്ങൾക്ക് ടിപ്സ് വേണോ? പറഞ്ഞു തരില്ല. ആൺപിള്ളേരെ ടിപ്സും ചോദിച്ചുകൊണ്ട് വരണ്ട, പറഞ്ഞു തരികയില്ല. പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കാൻ ഭയങ്കര മടിയാണ്. അവർക്കറിയായിരിക്കും 24 മണിക്കൂറും റീൽസൊക്കെ തോണ്ടിയിരിക്കുന്നതുകൊണ്ട് അവർക്കറിയായിരിക്കും. എന്നാലും പെൺപിള്ളേർ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്കന്മാർക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു തരാം. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? എനിക്കും ഇഷ്ടപ്പെട്ടു. 2 സൈഡിലും വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഒരു സൈഡിൽ വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെ ഭംഗിയെന്ന് വിചാരിച്ചു. അപ്പോൾ പഠിച്ചതിനൊക്കെ വല്ല നേട്ടമൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയാണ് ഇങ്ങനെ? പിന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എന്ന് പറഞ്ഞാൽ എന്നെ തുപ്പുന്നുണ്ടാകും. എനിക്ക് നോ പ്രോബ്ലം. തുപ്പിക്കവിടെ തുപ്പി വായിൽ തുപ്പലൊക്കെ അങ്ങ് പോട്ടെ. ഒരാൾ തുപ്പലോട് തുപ്പലി എന്നെ തോന്നുന്നുണ്ട് 24 മണിക്കൂർ. അവനവൻ ചെയ്യുന്ന പാപത്തിന് അന്ന് എന്നോട് ചോദിച്ചു എന്താണ് പോട്ടെ, ഇത്രയും നാളും ഇല്ലാത്ത സാധനം എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നത്? എന്ത് സാധനം? മനസ്സിലായോ? ഇല്ലല്ലോ, ഇതുവരെയും ഇല്ലാത്ത സാധനം. എന്നെ ഒന്ന് ഡൗട്ട് അടിച്ചില്ലേ ടൂറ് പോയപ്പം? ഞാനും തിരിച്ച് ഡൗട്ട് അടിച്ചാലോ? ഇതുവരെയും ഇല്ലാത്ത സാധനം എങ്ങനെ ഇപ്പം വന്നു? ഇതുവരെയും വന്നില്ലല്ലോ, ഇത്രയും വർഷമായില്ലേ, എങ്ങനെ വന്നു? ഞാനും ഡൗട്ട് അടിക്കട്ടെ? നിന്റെ ദുഷിച്ച മനസ്സ്, നിന്റെ ദുഷിച്ച മനസ്സുണ്ടല്ലോ, തിരിച്ച് ഞാൻ നിന്നോട് ചോദിച്ചാലോ ഇത്രയും കാലം ഇല്ലാത്ത സാധനം എങ്ങനെ വന്നു എന്ന്? ഇപ്പം ചെക്കന്മാർ ഇപ്പോൾ വന്ന് ചോദിക്കേ നിനക്ക് വീണ്ടും കൂടിയാടി നീക്കും. കാരണം നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ വേദനിച്ച് എന്താണെന്നും എന്താണ് ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും, അല്ലേ? യെസ്, ചില ദുഷിച്ച മനസ്സുകളുണ്ട് നമ്മളെ വേദനിപ്പിക്കാനായിട്ട്. തിരിച്ച് നമുക്ക് വേദനിപ്പിക്കാൻ അറിയാനായിട്ടല്ല. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ മതി, വേദനിച്ച് തകരും. പിന്നെ വേണ്ട, ദൈവം കൊടുക്കുന്നേ. കിടക്കുന്നല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് കിടക്കുന്നല്ലേ ഉള്ളത്. വേദനിക്കാനും എല്ലാം നമുക്ക് കാത്തിരുന്ന് എല്ലാം കാണാം. പിന്നെ മറ്റോളെന്താ വെച്ച് ഇവളെവിടെ സക്സസ് ആയി എന്നാണ്, ഇവളെന്തായി തീർന്നെന്നാണ് പറയുന്നതെന്നല്ലേ? എന്താണെന്നറിയില്ല. 500 കഴിഞ്ഞല്ലേ? നിങ്ങളൊക്കെ എന്നെ എന്താ സ്നേഹിക്കണേ? എൻ്റെ സ്വഭാവം കണ്ടിട്ടാണോ? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര ക്രൂവലായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇത്രയും ജനങ്ങളുണ്ടായിട്ട് എന്നെ ആരും ക്രൂവലായിട്ട് കണ്ടിട്ടില്ല. കണ്ടത് ഈ 2 ദുഷിച്ച മനസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 2 ദുഷിച്ച മനസ്സുകൾ എന്തായിരിക്കണോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറന്നിരിക്കുകയാണ് 2 കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചോടുകൂടി വീണ്ടും വന്നു. കാരണം എൻ്റെ സന്തോഷം എന്നെ തളർത്തുക, ഞാൻ
തളർന്ന് ഇവിടെ കിടക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശത്തിൽ അതിൽ ഒരാൾ അങ്ങ് തളർന്നു. ഇപ്പോൾ ഇരിക്കാനോ നിൽക്കാനോ സമയമില്ല ഒരാൾക്ക്. പിന്നെ മറ്റേ ആള് അതും വെറും വേസ്റ്റാണ്. ഇങ്ങനെ വാ കൊണ്ട് ഇങ്ങനെ പറയാനേ ഉള്ളൂ. മനസ്സിലായ? വെണീച്ചിക്കാൻ ജീവനില്ലേ? അതുണ്ടായിരുന്നെങ്കിൽ കുറച്ച് കളി കളിച്ചേനെ. അതിന് ദൈവം നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു. നീ ഞാനങ്ങണ്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാലും അടിയിൽ കൂടെ പണിയുന്നുണ്ട്. ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ. ഇതിന് മാത്രം ഫേക്ക് അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം റൂഡിലെ? ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? കുറച്ചെങ്കിലൊക്കെ എനിക്കും കൂടെ പഠിപ്പിച്ച് ഞാനും ഉണ്ടാക്കിട്ട്. ആകപ്പാടെ ഒരു അക്കൗണ്ടും ഉണ്ട് മാങ്ങാത്തൊലി. പിന്നെ ആകെ ഇൻസ്റ്റ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് റിക്വസ്റ്റ് കൊടുക്കാൻ, ഫോളോ കൊടുക്കാൻ. ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല. മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ തലച്ചോറി കൊള്ളുന്നതിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് എന്നെക്കൊണ്ട് ഞാൻ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാനിട്ടാണ്. കൂടുതൽ എനിക്ക് ഫോണിൽ അങ്ങനെ ഭയങ്കര 24 മണിക്കൂർ അതിൽ കയറി ചൊറിയുന്നത് എനിക്കിഷ്ടമില്ല. ആരുടെയും കോളുകൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? എല്ലാ കോളുകളും ഞാൻ ബ്ലോക്കഡാണ്. എൻ്റെ അമ്മ പോലും കണ്ടിന്യൂ വിളിച്ചുകൊണ്ട് ഞാൻ ബ്ലോക്ക് ഇടും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യ സമയത്തെ വിളിക്കാമെന്ന്. എന്നാലും എൻ്റെ അമ്മ ഗുളിക കഴിക്കുന്ന പോലെ. ഇപ്പം പിന്നെ വയസ്സായതുകൊണ്ട് ഞാൻ കോൾ എടുക്കുന്നേ. എന്നാലും ഞാൻ പറയാം, അമ്മേൻ്റെ കോൾ എടുക്കണോ, ഞാൻ അക്കാഡമിക്ക് പോകണോ എന്നേക്കും. എന്നാൽ ശരി മോനെ പൊയ്ക്കോന്ന് പറയും. അമ്മയ്ക്ക് അത്രയും വേണ്ടുള്ളൂ. ഞാനിങ്ങനെ എപ്പോഴും നമുക്ക് മിസ്സുമാരുടെ മീസ് ഒരു കോൾ എടുത്തോട്ടെ ചോദിക്കാൻ പറ്റില്ലല്ലോ. മൂപ്പി അറിയുന്നു. അപ്പം ഞാൻ കട്ടാക്കും. ഞാൻ പല തവണ പറഞ്ഞത് അമ്മ അക്കാഡമിയിലാണ് അമ്മ വിളിക്കല്ലേ, അമ്മ വീണ്ടും വിളിക്കും. അവൻ്റെ ഞാനും അപ്പോൾ ബ്ലോക്ക് ഇടും. പിന്നെ അൺബ്ലോക്ക് ചെയ്യാൻ എനിക്ക് അറിയണ്ടേ. എവിടെ ഞെക്കിയിട്ടാണ് അമ്മ ഒരു തരത്തിലാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഞാൻ പോട്ടെ. എന്നാൽ എൻ്റെ ഗ്ലാസ് ഇന്നലെ മറ്റേ ഗ്ലാസ്സായിരുന്നു. എന്നാൽ എൻ്റെ ഈ ഗ്ലാസ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത എൻ്റെ ഗ്ലാസ്. കണ്ണ് കാണണ്ടേടാ. അതാണ് പറയുന്നത്, ഭക്ഷണം കഴിക്കണമെന്ന്. മനസ്സിലായി? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ ഈ കണ്ണൂരുള്ള ഫ്രണ്ട്സിനെയൊക്കെ ആക്കിയിട്ട് വേണം നിങ്ങളെയൊക്കെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുവരാൻ. ഒക്കെ വൃത്തിയാക്കി എനിക്ക് തരാൻ. വൃത്തിയാക്കി ആരെങ്കിലും ഒന്ന് വെച്ച് കിട്ടിയാൽ ഞാൻ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. മനസ്സിലായോ? ഒരു വൃത്തിയാക്കാത്തതിൻ്റെ കുറവാണ്. പക്ഷെ എൻ്റെ കണ്ണ് മുന്നേ വൃത്തിയാക്കാൻ വേണം. ഇവിടെ സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് എന്നിട്ട് എഴുതി ഒട്ടിക്കും ഞാൻ. ഓരോ സാധനങ്ങളും വെക്കുന്നിടത്ത് ഓരോ ബാഗിൽ ഓരോ സാധനങ്ങളാണ്.